സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമായതോടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി. കടകംപള്ളി സുരേന്ദ്രൻ, എൻ ശക്തൻ, കെ എം മാണി, കെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കുമ്മനം രാജശേഖരൻ തുടങ്ങിയ പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയതോടെയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഔദ്യോഗിക തുടക്കമായത്. സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സംസ്ഥാന വ്യാപകമായി സമർപ്പിച്ചു തുടങ്ങി. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് നിന്നും ജനവിധി തേടുന്ന CPIM മുൻ ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. A. സമ്പത്ത് MP, മേയർ VK പ്രശാന്ത്, M. വിജയകുമാർ, മറ്റ് പാർട്ടി പ്രവർത്തകർ എന്നിവർക്കൊപ്പമാണ് കടകംപള്ളി സുരേന്ദ്രൻ എത്തിയത്. ഇന്ന് ഭൗമദിനമായതുകൊണ്ട് ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ അദ്ദേഹം ഒരു വൃക്ഷത്തൈ നട്ടതിനു ശേഷമാണ് പത്രിക സമർപ്പിച്ചത്. UDF-ൽ നിന്നും N ശക്തൻ, K മുരളീധരൻ എന്നിവർ പബ്ലിക് ഓഫീസിലെത്തി പത്രികകൾ സമർപ്പിച്ചു. K M മാണി കോട്ടയം കളക്ടറേറ്റിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം ബ്ലോക്ക് ഓഫീസിലുമെത്തി പത്രികകൾ സമർപ്പിച്ചു. BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, മുൻ അധ്യക്ഷൻ V മുരളീധരൻ എന്നിവർ തിരുവനന്തപുരം കളക്ടറേറ്റിലെത്തിയും പത്രികകൾ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകി. ഇത്തവണ ആദ്യമായി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സർക്കാർ നൽകിയ ഔദ്യോഗിക താമസ സംവിധാനം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലവും സ്ഥാനാർത്ഥികൾ നൽകണം. ബാങ്ക് അവധിയായതിനാൽ നാളെ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇനി തിങ്കളാഴ്ച മുതലാകും പത്രികകൾ സ്വീകരിക്കുക. 29-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. 30-ാം തീയതി പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. മെയ് 2-ാം തീയതിയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. അതുകൊണ്ട് തന്നെ മെയ് 2-ാം തീയതി 3 മണിക്ക് ശേഷമാകും സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രവും തയ്യാറാവുക. വിജ്ഞാപനം വന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ചൂടുപിടിക്കുകയും ചെയ്തു. മുന്നണികളാകട്ടെ 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യത്തിന്റെ ഉപഭോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയും മദ്യവർജനം നടപ്പിലാക്കുകയുമാണ് CPIM-ന്റെ മദ്യനയമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടച്ച ബാറുകൾ തുറക്കുകയില്ലെന്ന് വ്യക്തമാക്കിയത് ഈ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ബാറുകൾ പൂട്ടിയെന്നാണ് ഉമ്മൻചാണ്ടിയും സുധീരനും അവകാശപ്പെടുന്നത്. ഒരു ബാറും പൂട്ടിയിട്ടില്ല. ബാറുകളിൽ വീര്യം കൂടിയ ബിയറും വൈനും യഥേഷ്ടം വിൽക്കുന്നുണ്ടെന്നും VS ചൂണ്ടിക്കാട്ടി. പരവൂർ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 29 പേർ അറസ്റ്റിലായതായി ADGP ആനന്ദകൃഷ്ണൻ. കളക്ടറെയും കമ്മീഷണറെയും അടക്കം ചോദ്യം ചെയ്യുമെന്നും ADGP ആനന്ദകൃഷ്ണൻ പറഞ്ഞു. അതേസമയം ദുരന്തത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നറിയിപ്പുമായി റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് രംഗത്തെത്തി. ജില്ലാ കളക്ടർ ഷൈന മോളുടെ ഭാഗത്തുനിന്നും വീഴ്ച പറ്റിയിട്ടില്ലെന്നും കളക്ടറെ ക്രൂശിക്കാൻ അനുവദിക്കില്ലെന്നും ക്യാമറയുടെ തകരാർ കൃത്യസമയത്ത് കെൽട്രോണിനെ അറിയിച്ചിരുന്നതായും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി സർക്കാർ കൈവിട്ട കൊല്ലം ജില്ലാ കളക്ടറെ വൈകിയാണെങ്കിലും റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പിന്തുണച്ച് രംഗത്ത് വന്നത് ശ്രദ്ധേയമായി. ജില്ലാ കളക്ടറെ ക്രൂശിക്കാൻ അനുവദിക്കില്ലെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ജില്ലാ കളക്ടർ 3:30 മണിക്ക് ഈ സംഭവം ഉണ്ടായി. ഏതാണ്ട് 1/2 മണിക്കൂർ അവര് കൊല്ലത്തുള്ള അവരുടെ വീട്ടിൽ നിന്നും ഓടിയെത്താനുള്ള സമയം മാത്രമേ എടുത്തുള്ളൂ. അറിഞ്ഞ ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഈ സ്ഥലത്തെത്തി വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഏറ്റവും നല്ല സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിയ ഒരു ജില്ലാ കളക്ടറാണ് കൊല്ലം ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. അവരെ ഒരു കാരണവശാലും എന്തെങ്കിലുമൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ക്രൂശിക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് റവന്യൂ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എന്റെ വ്യക്തമായ അഭിപ്രായം. അതേസമയം ജില്ലാ കളക്ടർ ഷൈനമോൾ മുതൽ പരവൂർ SI വരെയുള്ളവരുടെ മൊഴിയെടുക്കൽ ക്രൈംബ്രാഞ്ച് തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ജില്ലാ കളക്ടറുടെയും ADM-ന്റെയും മൊഴിയെടുക്കാനാണ് നീക്കം. കളക്ടറേറ്റിൽ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ അമ്പലക്കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ കളക്ടറെ കാണുന്ന ദൃശ്യങ്ങളില്ലെന്നാണ് സൂചന. ഒന്നുകിൽ ക്യാമറ പ്രവർത്തിക്കാത്തതിനാൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തതാവാമെന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ച്. ഫോറൻസിക് പരിശോധനയ്ക്കായി ഹാർഡ് ഡിസ്ക് അയച്ചു കഴിഞ്ഞു. ദുരന്തവുമായി ബന്ധപ്പെട്ട മുഴുവനും രേഖകൾ കളക്ടറേറ്റിൽ നിന്നും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ അമ്പലക്കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ 29 പേർ ഇതുവരെ അറസ്റ്റിലായി. പ്രധാന പ്രതികളെല്ലാം പിടിയിലായതായി ക്രൈംബ്രാഞ്ച് ADGP ആനന്ദകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമലയിലെ സ്ത്രീ പ്രവേശന കേസിൽ വിശ്വാസവും ഭരണഘടനയും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല നടക്കുന്നതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വിശ്വാസത്തിൽ ഇടപെടില്ലെന്ന ഹൈക്കോടതി വിധി നിലവിലുള്ള കേസിനെ ബാധിക്കില്ലെന്നും സുപ്രീം കോടതി വിലയിരുത്തി. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഫൈവ് സ്റ്റാർ ബാറുകൾക്ക് ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ബാബു ഉൾപ്പെടെ 4 പേർക്കെതിരായ ഹർജി തൃശൂർ വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചു. കെ ബാബുവിനൊപ്പം എക്സൈസ് കമ്മീഷണർ, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, വകുപ്പ് സെക്രട്ടറി എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് PD ജോസഫാണ് ഹർജി നൽകിയത്. കേസ് മെയ് 7-ന് പരിഗണിക്കും. RSS ഭീഷണിക്കെതിരെ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസ് പോലീസിൽ പരാതി നൽകി. പാകിസ്ഥാനിലേക്ക് പോകണമെന്നായിരുന്നു റിയാസിനോട് RSS പ്രവർത്തകരുടെ ആക്രോശം. രാജ്യത്തിലെ അസഹിഷ്ണുത കേരളത്തിലേക്ക് കടന്നതിന്റെ തെളിവാണ് തനിക്കെതിരെ ഉണ്ടായ ഭീഷണിയെന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംഭവത്തിൽ
പോലീസ് ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറി മോഹനം മാസ്റ്റർ വ്യക്തമാക്കി. ബാങ്കുകൾക്ക് നൽകാനുള്ള 9,000 കോടി വായ്പാ കുടിശ്ശികയിൽ 6,868 കോടി രൂപ തിരിച്ചടയ്ക്കാമെന്ന് വ്യവസായി വിജയ് മല്യ സുപ്രീം കോടതിയെ അറിയിച്ചു. നേരത്തെ തിരിച്ചടയ്ക്കാമെന്ന് സംബന്ധിച്ച 4,000 കോടിക്ക് പുറമെ 2,468 കോടി രൂപ കൂടി തിരിച്ചടയ്ക്കാമെന്നാണ് പുതിയ വാഗ്ദാനം. എന്നാൽ ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന കാര്യത്തിൽ മല്യ മൗനം തുടരുകയാണ്. വിവിധ ബാങ്കുകളിൽ നിന്നായി 9,000 കോടി രൂപ വായ്പയെടുത്ത് തിരിച്ചടക്കാതെയാണ് വിജയ് മല്യ രാജ്യം വിട്ടത്. ഇതിൽ 4,000 കോടി രൂപ തിരിച്ചടക്കാൻ തയ്യാറാണെന്ന് മല്യ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ബാങ്കുകൾ ഈ ഉപാധി തള്ളിയിരുന്നു. 4,000 കോടിക്ക് പുറമെ 2,468 കോടി രൂപ കൂടി തിരിച്ചടക്കാൻ തയ്യാറാണ് എന്ന കാര്യമാണ് മല്യ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചത്. കനത്ത നഷ്ടത്തിലായതുകൊണ്ടാണ് കിങ്ഫിഷർ എയർലൈൻസ് അടച്ചുപൂട്ടേണ്ടി വന്നത്. ഇന്ധനവില വർദ്ധിച്ചതും കൂടിയ നികുതിയും മൂലം തനിക്കും കുടുംബത്തിനും UB ഗ്രൂപ്പിനും 6,107 കോടി രൂപയുടെ ബാധ്യതയുണ്ടായെന്നും മല്യ കോടതിയെ അറിയിച്ചു. ഇന്ത്യയിൽ തിരിച്ചെത്തുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മല്യ ഉത്തരം നൽകിയില്ല. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മല്യക്കെതിരെ മുംബൈ പ്രത്യേക കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മല്യയെ രാജ്യത്ത് തിരിച്ചെത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊടും വരൾച്ചയിൽ ചുട്ടുപൊള്ളുന്ന മഹാരാഷ്ട്രയിൽ 11 വയസ്സുകാരന് ദാരുണാന്ത്യം. വെള്ളം തേടിയലഞ്ഞ ബാലൻ കിണറ്റിൽ വീണ് മരിച്ചു. മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിലാണ് കടുത്ത വേനൽ ഒരു നാടിനെയാകെ കണ്ണീരണിയിച്ചത്. കുടിക്കാൻ വെള്ളം തേടിയലഞ്ഞ് ഒടുവിൽ കിണറ്റിൽ വീണു മരിച്ച സച്ചിൻ ഗോപിനാഥ് എന്ന 11-കാരനാണ് ഇന്നീ മേഖലയുടെ ദുരന്തമുഖം. സച്ചിന്റെ വീടിന് 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സച്ചിൻ കാൽവഴുതി കിണറ്റിൽ വീണത്. നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തെങ്കിലും വൈകിപ്പോയിരുന്നു. ചേതനയറ്റ സച്ചിന്റെ ശരീരം മാത്രമാണ് അവർക്ക് കിണറ്റിന്റെ പുറത്തെത്തിക്കാനായത്. മഹാരാഷ്ട്രയിൽ വേനൽ ഏറ്റവും രൂക്ഷമായ മറാത്ത്വാഡ മേഖലയിലാണ് ബീഡ് ജില്ല സ്ഥിതി ചെയ്യുന്നത്. സൂര്യതാപത്തിൽ ചുട്ടുപൊള്ളുന്ന ഇവിടെ 44 ഡിഗ്രിക്ക് മേളിലാണ് താപനില. ന്യൂസ് ഡെസ്ക്. കടൽക്കൊലക്കേസിൽ പ്രതികളായ ഇറ്റാലിയൻ നാവികർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുങ്ങുന്നു. പ്രതിയായ രണ്ടാമത്തെ നാവികനെയും രാജ്യം വിടാൻ അനുവദിച്ച കേന്ദ്ര സർക്കാർ നിലപാട് കേസിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ കേസിൽ മൃദുസമീപനം ആരോപിച്ച് UPA സർക്കാരിനെ വിമർശിച്ച BJP അധികാരത്തിലെത്തിയപ്പോൾ നാവികനെ വിട്ടയക്കാൻ തീരുമാനിച്ചതും വിമർശനമുയരുന്നു. പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് നരേന്ദ്രമോദി കടൽക്കൊലക്കേസിൽ സോണിയാഗാന്ധിയെ പരിഹസിച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത സന്ദേശവും സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാവുകയാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ കടൽക്കൊലക്കേസിൽ UPA സർക്കാർ മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന് വിമർശിച്ച നരേന്ദ്രമോദിയും BJPയുമാണ് അധികാരത്തിലെത്തിയപ്പോൾ പ്രതികളെ വിട്ടയക്കാൻ ഒരുങ്ങുന്നത്. പൗരന്മാരെ തിരികെ നാട്ടിലെത്തിക്കാൻ ആദ്യഘട്ടം മുതൽ വിയർപ്പൊഴുക്കിയ ഇറ്റാലിയൻ ഭരണകൂടത്തിന്റെ വിജയം കൂടിയാണിത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ ഇറ്റലി സ്വീകരിച്ച നിലപാടുകൾ നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി. മിസൈൽ സാങ്കേതിക വിദ്യാ നിയന്ത്രണ സംവിധാനത്തിൽ ഇന്ത്യക്ക് അംഗത്വം നൽകുന്നതിനെ ഇറ്റലി എതിർത്തു. ഈ നീക്കമാണ് പ്രതിയായ സാൽവത്തോറ ജെറാം എന്ന നാവികനെ രാജ്യം വിടാൻ അനുവദിക്കുന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത്. ആയുധ കച്ചവടത്തിനായി കടൽക്കൊലക്കേസിൽ മോഡി സർക്കാർ കള്ളക്കളി തുടരുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അനുകൂല ചർച്ചകൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞതുമില്ല. അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ ഇന്ത്യയിൽ കേസ് തുടരാമെന്ന് വിധിച്ചാൽ നാവികരെ ഇന്ത്യയിലേക്ക് മടക്കി അയക്കണമെന്ന ഉപാധി വച്ചാണ് ഇന്ത്യ പ്രതിയായ നാവികനെ ഇറ്റലിയിലേക്ക് അയക്കുന്നത്. ട്രൈബ്യൂണൽ വിധി ഇന്ത്യക്ക് എതിരായാൽ പ്രതികളായ നാവികർ എന്നേക്കുമായി രക്ഷപ്പെടും. BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കടൽക്കൊലക്കേസിൽ ഇന്ത്യയുടെ വാദങ്ങൾ കൂടുതൽ ദുർബലമാകുന്നതാണ് കണ്ടത്. പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് നരേന്ദ്രമോദി കടൽക്കൊലക്കേസിൽ സോണിയാഗാന്ധിയെ പരിഹസിച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത സന്ദേശവും പുതിയ സാഹചര്യത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഇറ്റാലിയൻ നാവികർ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കൊലപ്പെടുത്തി. മാഡം രാജ്യസ്നേഹിയാണെങ്കിൽ പ്രതികളെ ഏത് ജയിലിലാണ് അടച്ചിരിക്കുന്നതെന്ന് പറയണമെന്നാണ് 2014 മാർച്ച് 31 ട്വിറ്ററിൽ മോഡി കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേന്ദ്ര സർക്കാർ നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചത്. കേസ് 27 വീണ്ടും പരിഗണിക്കും. അതുവരെ രാഷ്ട്രപതി ഭരണം റദ്ദാക്കരുതെന്നും കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ഭരണഘടനാപരമായ വിഷയങ്ങളുള്ളതിനാൽ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടേക്കുമെന്ന സൂചന നൽകിയാണ് നൈനിറ്റാൽ ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ നൽകിയത്. 27 കേസ് വീണ്ടും പരിഗണിക്കും. അതുവരെ രാഷ്ട്രപതി ഭരണം നിലനിർത്തണമെന്നും രാഷ്ട്രപതി ഭരണം പിൻവലിക്കരുതെന്നും കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഭരണഘടനാ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ഹരീഷ് റാവത്ത് പ്രതികരിച്ചു. की है और जनता के न्यायालय की है
और हम दोनों जगह जीत के प्रति आश्वस्त हैं। ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അവധിയായതിനാൽ തിങ്കളാഴ്ച കേസ് പരിഗണിക്കാമെന്നാണ് കോടതി അറിയിച്ചത്. എന്നാൽ അടിയന്തരമായി ഇന്ന് തന്നെ വാദം കേൾക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് ശിവകീർത്തി സെൻ എന്നിവരുടെ ബെഞ്ചാണ് വൈകിട്ട് 3:30 അപ്പീൽ പരിഗണിച്ചത്. കോൺഗ്രസിനു വേണ്ടി ഹാജരായ കപിൽ സിബലും മനു അഭിഷേക് സിൻവിയും അറ്റോർണി ജനറലും തമ്മിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത്. ഭൂരിപക്ഷമില്ലാത്ത സർക്കാരാണ് ഹരീഷ് റാവത്തിന്റേതെന്നും ഇതിനിടയിൽ സംസ്ഥാന ബജറ്റ് പാസാക്കിയുള്ള സ്പീക്കറുടെ പ്രഖ്യാപനം ഭരണഘടനാ വിരുദ്ധമെന്നും അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി ഉത്തരവ് പൂർണ്ണമായി ലഭിക്കാത്തതിനാൽ വാദം കേൾക്കാൻ പ്രയാസമുണ്ടെന്നും അറിയിച്ചു. എന്നാൽ വിശ്വാസ വോട്ടിന് പോലും അവസരം നൽകാതെയുള്ള നടപടി സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്ന് കപിൽ സിബലും ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രാധാന്യത്തോടെ അപ്പീൽ നൽകി എത്രയും വേഗം സർക്കാർ രൂപവൽക്കരിക്കുക എന്ന കേന്ദ്ര നീക്കത്തിന് വലിയ തിരിച്ചടി നൽകുന്നതായി സുപ്രീം കോടതി ഉത്തരവ്. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതുതലമുറയ്ക്ക് പ്രചോദനമാവുകയാണ് തൊടുപുഴ മണക്കാട് സ്വദേശി സജികുമാർ. സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ തന്നെയാണ് സജിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നല്ല മനസ്സും മണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയവുമുണ്ടെങ്കിൽ കൃഷിക്ക് ഏക്കർ കണക്കിന് ഭൂമിയോ മറ്റു സൗകര്യങ്ങളോ വേണ്ടെന്ന് തെളിയിക്കുകയാണ് തൊടുപുഴ മണക്കാട് കുന്നുപുറത്ത് സജിമോൻ. വീടിന്റെ ടെറസിന് മുകളിലും അടുത്തുള്ള പുരയിടത്തിലുമെല്ലാം സജിയുടെ കുടുംബത്തിന്റെ ലാളനയിൽ വളരുന്നത് കാർഷിക കേരളത്തിന്റെ തനതു പച്ചക്കറികൾ മാത്രമല്ല, വടക്കേ ഇന്ത്യക്കാരുടെ ഇഷ്ടവിഭവമായ പാലക്ക് മുതൽ തമിഴ്നാടൻ മധുരൈ അമ്പഴം വരെയുണ്ട്. സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണ് റേഷൻ കടക്കാരൻ കൂടിയായ സജിയെ മണ്ണിൽ പണിയെടുപ്പിക്കാൻ പഠിപ്പിച്ചത്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നാടൻ പച്ചക്കറി ടേസ്റ്റ് ഇന്ന് നമ്മൾ അനുഭവിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട് നമുക്ക്. അതിന്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ പല സാധനങ്ങളും നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത പല സാധനങ്ങളും നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നട്ടുണ്ടാക്കി ഇപ്പം നമ്മളുടെ നാട്ടിലേക്കുള്ള പല ജനങ്ങളിലേക്ക് ഈ സാധനം എത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വീട്ടിലെ പശുവിന്റെ ചാണകവും മറ്റു ജൈവ വളങ്ങളുമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കീടനാശിനിയായി ചില ഘട്ടങ്ങളിൽ സജി ഉപയോഗിക്കുന്ന മരുന്ന് ന്യൂ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ടത് തന്നെ. സാക്ഷാൽ പെപ്സിയും കൊക്കക്കോളയും. ഈ വിഷം വാങ്ങിക്കുടിക്കുന്നവർ കൃഷിയിലേക്ക് തിരിയണമെന്നതാണ് സജിയുടെ കുടുംബത്തിന്റെ അഭിപ്രായം. സ്വയം നട്ടുവളർത്തുന്ന പച്ചക്കറിയുടെ രുചിയും ഒന്നു വേറെ തന്നെയെന്ന് സജിയുടെ ഭാര്യ സിന്ധുവും സാക്ഷ്യപ്പെടുത്തുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെ. കുട്ടികൾക്കായാലും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ ആയി എന്തും അവർക്ക് ബജ്ജി ഉണ്ടാക്കണേലും എന്തും ഉണ്ടാക്കണേലും ഇവിടെ ഒന്ന് കയറി വരുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കത് എല്ലാം കൊണ്ടും നല്ല സന്തോഷമാണ്. പച്ചക്കറി കൃഷിക്കൊപ്പം മീൻ വളർത്തലും പരിമിതമായ സ്ഥലത്ത് സജി നടത്തുന്നുണ്ട്. ഒപ്പം പുതുപരീക്ഷണങ്ങളും. അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ഈ ചാക്കുകളിൽ മണ്ണ് നിറച്ചുള്ള മരച്ചീനി കൃഷി. മറ്റുള്ളവർക്ക് പ്രചോദനമായി വൈവിധ്യങ്ങൾ തേടിയുള്ള സജിയുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.